നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള താപം നിത്യജീവിതത്തിൽ എന്നുള്ളതാണ്. നോക്കാം. അപ്പം താപം എന്താണ്? പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് താപം എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജ രൂപത്തെ എന്തെന്ന് പറയുന്നു? താപം എന്ന് പറയുന്നു. അതിനൊരു പരീക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്താണ്, 2 ഗ്ലാസ് എടുക്കുക. അതിൽ ഒന്നിൽ സാധാരണ വെള്ളം, നമ്മുടെ സാധാ ടെമ്പറേച്ചറിലുള്ള വെള്ളവും ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം എടുക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് അതേപോലെ 2ലും ഒരുപോലെ ഐസ് ക്യൂബുകൾ 2ലും ഏതാനും ഇടുക. അപ്പം ഏറ്റവും പെട്ടെന്ന് ഉരുകുന്ന ഏതാണ്? ഐസ് ഉരുകുന്നത് ചൂടുള്ള വെള്ളത്തിലായിരിക്കും. അതെന്താ കാരണം? താപം സ്വീകരിച്ചതാണ്. പിന്നെ നമ്മൾ തണുപ്പ് കാലത്തൊക്കെ വെളിച്ചെണ്ണയൊക്കെ കട്ട് ചെയ്യാവുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ? താപം ഒരു പദാർത്ഥത്തിൽ നിന്ന് മറ്റൊരു പദാർത്ഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമോ എന്ന് നോക്കാം. താപത്തിന്റെ കൈമാറ്റം. താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. ഇത് തന്നെ ഇപ്പം നോക്കുക, ഗ്യാസ് സ്റ്റൗവിൽ തീനാളത്തിൽ നിന്ന് പ്രസരിക്കുന്ന, അതായത് നമ്മൾ ഗ്യാസിലാണെങ്കിൽ സ്റ്റൗവിലാണെങ്കിൽ നമ്മൾ ഇപ്പം അരി തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്, ചോറുണ്ടാക്കാനായിട്ട് അരി വെക്കുന്ന ഒരു ഇതാണ് കാണിച്ചേക്കുന്നത്. അതിലിപ്പം സ്റ്റൗവിൽ തീനാളം താപം സ്വീകരിച്ചിട്ട് അതിൽ താപം സ്വീകരിച്ച് പിന്നെ പാത്രത്തിൽ താപം ചൂടുപിടിക്കുകയും അത് പിന്നെ ആ പാത്രത്തിലെ വെള്ളത്തിൽ ചൂടുപിടിക്കുകയും പിന്നീട് അത് അരിയിൽ ചൂടാവുകയും ചെയ്യുന്നു. അങ്ങനെ അരി വേവുകയും ചെയ്യുന്നതാണ് ചെയ്യുന്നത്. അതായത് വെള്ളം തിളച്ച് സ്റ്റൗവിൽ നിന്നുള്ള തീനാളത്തിൽ നിന്നുള്ള ചൂടേറ്റ് നമ്മുടെ ആ കലം ചൂടാവുകയും അത് ഹീറ്റ് ആവുന്നതനുസരിച്ച് വെള്ളം തിളയ്ക്കുന്നതനുസരിച്ച് അരി വേവുകയും ചെയ്യുന്നു. അതാണ് താപം പ്രേഷണമാണ് നടക്കുന്നത്. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. ഇനി നോക്കാം, ചാലനം എന്താണ്? ലോഹ കമ്പിയുടെ ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. 20 സെന്റിമീറ്റർ നീളമുള്ള അലൂമിനിയം കമ്പി, മുട്ടസൂചികൾ, മെഴുകുതിരി, തീപ്പെട്ടി എന്നിവ ശസ്ത്രകിറ്റിൽ നിന്ന് എടുക്കൂ. ചിത്രത്തിൽ കാണുന്നത് പോലെ അലൂമിനിയം കമ്പിയിൽ മെഴുകുപയോഗിച്ചു തുല്യ അകലത്തിൽ മുട്ടുസൂചികൾ ഒട്ടിക്കുക. ഇതിൽ ഒരറ്റം കത്തുന്ന മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കുക. എന്താണ് നിരീക്ഷിക്കുന്നത്? എല്ലാ മുട്ടുസൂചികളും ഒരുമിച്ചാണോ വീണത്? ഏത് മുട്ടുസൂചിയാണോ ആദ്യം വീണത്? തീനാളത്തിനടുത്തുള്ള മുട്ടുസൂചികൾ ആദ്യം വീഴാനും അകലെ നിൽക്കുന്നവ പിന്നീട് വീഴാനും കാരണം എന്തായിരിക്കും? അപ്പോൾ ആദ്യം വീഴുന്ന ഏതാണ്? തീനാളത്തിന് തൊട്ടടുത്ത് വയ്ക്കുന്നതായിരിക്കും ആദ്യം വീഴുന്നത്. അകലെ ഉള്ളത് പിന്നീട് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് വീഴുകയും ചെയ്തു. അപ്പം എന്തുകൊണ്ടായിരിക്കും? തീജ്വാലയിൽ നിന്ന് അലൂമിനിയം കമ്പിയിലൂടെ താപം പ്രേഷണം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ചെമ്പ്, ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കാനെന്നാണ് പറയുന്നത്. അലൂമിനിയത്തിൽ മാത്രമല്ല മറ്റു ലോഹങ്ങളിലും താപപ്രേഷണം നടക്കുന്നുണ്ട്. ഇനി നോക്കാം, ചാലനം എന്താണ്? കണ്ടക്ഷൻ. ലോഹ കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. അപ്പോൾ ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുജാലകങ്ങളെന്നും താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ കുജാലകങ്ങൾ എന്നാണ് പറയുന്നത്. സുജാലങ്ങൾക്ക് എക്സാമ്പിളാണ് ലോഹങ്ങളൊക്കെ. കുജാലങ്ങളാണ് തടി, റബ്ബർ അങ്ങനെയൊക്കെ ഉള്ളത്. കുജാലങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ വിവിധ തരം താപപ്രേഷണ രീതികൾ ഏതൊക്കെയാണ്? ഒന്ന് ചാലനം നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ. എന്തുവായിരുന്നു? ലോഹ കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. അപ്പോൾ ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യുന്നത് എന്തുവഴിയാണ്? ചാലനം വഴിയാണ്. ഇനി അടുത്ത എന്താണ്?
അടുത്തയാണ് സംവഹനം അഥവാ കൺവെക്ഷൻ. വാതകങ്ങളിലെയും ദ്രാവകങ്ങളിലെയും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന സംപ്രേഷണ രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. വാതകങ്ങളുടെയും ദ്രാവകങ്ങളുടെയും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. അതിനൊരു പരീക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. PV 5 സെൻറ്റിമീറ്റർ വണ്ണവും 30 സെൻറ്റിമീറ്റർ നീളവുമുള്ള PVC പൈപ്പ്, ചന്ദനത്തിരി, തീപ്പെട്ടി, മെഴുകുതിരി ഇത് ഉപയോഗിച്ച് അപ്പോൾ PVC പൈപ്പിൻ്റെ ഒരറ്റത്ത് 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ പെൻസിൽ വണ്ണമുള്ള ഒരു ദ്വാരം ഉണ്ടാക്കുക. മേശപ്പുറത്ത് ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക. PVC പൈപ്പിനുള്ളിൽ മെഴുകുതിരി വരത്തക്ക രീതിയിൽ ചിത്രത്തിൽ കാണുന്ന പോലെ പൈപ്പ് ക്രമീകരിക്കുക. പൈപ്പ് ക്രമീകരിക്കുമ്പോൾ ദ്വാരമിട്ട ഭാഗം PVC പൈപ്പിൻ്റെ അടിഭാഗത്ത് വരണം. ചന്ദനത്തിരി കത്തിച്ച് പുക ഉയരുന്നത് നിരീക്ഷിക്കൂ. കത്തിച്ച ചന്ദനത്തിരി പൈപ്പിൻ്റെ ദ്വാരത്തിന് സമീപമായി കൊണ്ടുവരൂ. പുകയുടെ പ്രവാഹത്തിലെ ദിശ നിരീക്ഷിക്കൂ. എന്ത് മാറ്റമാണ് കാണുന്നത്? PVC പൈപ്പിനകത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുമ്പോൾ ആ ഭാഗത്തേക്ക് ദ്വാരത്തിലൂടെ തണുത്ത വായു പ്രവഹിക്കുന്നു. ഈ പ്രവാഹത്തോടൊപ്പം ചന്ദനത്തിരിയുടെ പുകയും അകത്തു കടക്കുന്നു. ഇങ്ങനെ അകത്തു കടക്കുന്ന വായുവും ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടെയും ദ്രാവകങ്ങളിൽ നടക്കുന്നത് പോലെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപം ഒരു ഭാഗത്തു നിന്നും മറ്റു ഭാഗത്തേക്ക് പ്രേഷണം ചെയ്യപ്പെട്ടത്. ഇങ്ങനെ പൈപ്പിനകത്തെ വായുവിൽ താപം വ്യാപിക്കുന്നു. അപ്പോൾ സംവഹനം എന്താണ്? വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലമുണ്ടാകുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. ഭൂമിക്ക് താപം ലഭിക്കുന്നത് മുഖ്യമായും സൂര്യനിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാം. സൂര്യൻ്റെ ചൂട് ഭൂമിയിൽ എത്തുന്നത് എങ്ങനെയാണ്? സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് ശൂന്യസ്ഥലം ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ശൂന്യസ്ഥലം 15 കോടിയോളം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ചലനം മൂലമോ സംവഹനം മൂലമോ ചൂട് സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എത്തുമോ? ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് മാധ്യമമില്ല. അതുകൊണ്ട് ചാലനം മുഖേനയോ സംവഹനം മുഖേനയോ ചൂട് പ്രസരിക്കാൻ സാധിക്കില്ല. അപ്പോൾ മാധ്യമം വേണം. എന്നാലും സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതെങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? അതാണ് വികിരണം എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയേഷൻ നോക്കാം. എന്താണ് റേഡിയേഷൻ? മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. വികിരണം വഴി എല്ലാ ദിശകളിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. സൂര്യൻ്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ്. അപ്പോൾ സൂര്യൻ്റെ താപം ഭൂമിയിലെത്തുന്നത് എന്ത് വഴിയാണ്? വികിരണം വഴിയാണ്. ഇരുണ്ടതോ പരുപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കും. ഭൂമിക്ക് താപം ലഭിക്കുന്നത് മുഖ്യമായും സൂര്യനിൽ നിന്നാണെന്ന് നമുക്കറിയാം. സൂര്യനും ഭൂമിക്കും ഇടയിൽ ശൂന്യസ്ഥലം ഉണ്ടെന്നും നമുക്കറിയാം. ഈ ശൂന്യസ്ഥലം 15 കോടി കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നതാണ്. ഇനി ചൂടാറാപ്പെട്ടി നോക്കാം. എന്താണ് ചൂടാറാപ്പെട്ടി നടക്കുന്നത് പ്രവർത്തനം? എന്തുകൊണ്ടായിരിക്കും അവിടെ ചൂടാറാതെ ഇരിക്കുന്നത്? പാചക ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് പാചകം ചെയ്ത വസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനും ഉള്ള സംവിധാനമാണ് ചൂടാറാപ്പെട്ടി. ഇതിൽ ഭക്ഷ്യവസ്തുക്കൾ ശരാശരി 8 മണിക്കൂർ സമയം ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ഏകദേശം വെന്ത അരി വെള്ളത്തോടെ ഇതിൽ ഇറക്കി വെച്ചാൽ അരി വേവിക്കാനുള്ള ഇന്ധന ചെലവ് പകുതിയോളം കുറയ്ക്കാം. ചൂടാറാപ്പെട്ടിയിൽ തെർമോകോൾ ഉപയോഗിക്കുന്നത് ഉണ്ടെന്നറിയാമല്ലോ. ഇത് കുചാലകമായതിനാൽ ചാലനം വഴി താപനഷ്ടം കുറയുന്നു. ചൂടാറാപ്പെട്ടി അടച്ചു വെക്കുന്നതിനാൽ സംവഹനം വഴി താപനഷ്ടവും കുറയും. ഇനി ഖരവസ്തുക്കളുടെ താപീയ വികാസം എന്താണ്? താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ഉദാഹരണമാണ് മുറുകിയുറച്ചുപോയ പേനയുടെ ക്യാപ്പ് ഉണ്ടല്ലോ, ചെറുതായി ചൂടാക്കിയ ഊരി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജാമിൻ്റെ ഒക്കെ
ഈ ക്യാനിൽ കിട്ടുന്ന ജാമൊക്കെ ഇല്ലേ, അതിങ്ങനെ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ തുറക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആ അടപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചൂട് കാണിച്ചാൽ തുറന്നു വരും. പിന്നെ മുറുകിയ സ്റ്റീൽ ചോറ്റുപാത്രത്തിൻ്റെ അടപ്പ് ചൂടാക്കിയാൽ തുറക്കപ്പെടുന്നു. വലിച്ചു കെട്ടിയ വൈദ്യുത കമ്പി വേനൽക്കാലത്ത് അയയത്തില്ലേ, അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഈ താപീയ വികാസം, അതായത് ഈ ഖരവസ്തുക്കളുടെ താപീയ വികാസം, അതായത് താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നുവെന്നും തണുക്കുമ്പോൾ സങ്കോചിക്കുമെന്നൊക്കെ പറയുന്നത്. ഈ ദ്രാവകങ്ങളിലെ താപീയ വികാസം എന്താണ്? ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, ദ്രാവകങ്ങളും ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. അപ്പോൾ ഈ കഴിവ് പ്രയോജനപ്പെടുത്തിയാണ് ലബോറട്ടറി ക്ലിനിക്കൽ തെർമോമീറ്ററുകൾ പ്രവർത്തിക്കുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന ദ്രാവകം എന്താണ്? മെർക്കുറിയാണ് കേട്ടോ. ഇനി അടുത്ത വാതകങ്ങളിലെ താപീയ വികാസമാണ്. ചൂടാക്കുമ്പോൾ വാതകങ്ങൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ഇനി എന്താണ് താപനില എന്ന് നോക്കാം. താപനില, അപ്പോൾ താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ യൂണിറ്റുകളാണ് താപനില സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ശരീര താപനില അളക്കാൻ ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കുന്നു. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എന്ന് പറയുന്നത് എത്രയായിരിക്കും? 37 ഡിഗ്രി സെൽഷ്യസ്, അതായത് 98.6 ഫാരൻഹീറ്റ് ആയിരിക്കും. 6 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. 200 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അളക്കാൻ ലബോറട്ടറി തെർമോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അന്തരീക്ഷ താപനില എന്താണ്? സൂര്യൻ്റെ താപം മൂലം ഭൂമിയിൽ മണ്ണും ജലവും ചൂടാകുന്നു. ഒരേ സമയം മണ്ണും ജലവും വെയിലത്ത് വെച്ചാൽ ഏതാവും വേഗത്തിൽ ചൂടാവുക? നിങ്ങളുടെ ഊഹം എന്താണ്? നമുക്ക് ഒരു പരീക്ഷണമാണ്. ആവശ്യമായ സാമഗ്രികൾ: 2 ഗ്ലാസ് ടംബ്ലറുകൾ, 2 ലബോറട്ടറി തെർമോമീറ്ററുകൾ, ജലം, മണൽ. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഗ്ലാസ്സിൽ മണലും മറ്റൊരു ഗ്ലാസ്സിൽ ജലവും എടുത്ത് ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിച്ച് താപനില പരിശോധിക്കുക. 2 ഗ്ലാസും വെയിലത്ത് വയ്ക്കുക. തുടർന്ന് 20 മിനിറ്റ് ഇടവിട്ട് മണലിൻ്റെയും ജലത്തിൻ്റെയും താപനില തെർമോമീറ്റർ ഉപയോഗിച്ച് അളന്ന് പട്ടികയിൽ രേഖപ്പെടുത്തൂ. തുടർന്ന് 2 ഗ്ലാസുകളിലും വെയിലത്ത് നിന്ന് തണലിലേക്ക് മാറ്റുക. 20 മിനിറ്റ് ഇടവിട്ട് താപനില അളന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കടൽക്കാറ്റും കരക്കാറ്റും. നമുക്ക് നോക്കാം ഏതാണ് മണ്ണ് പെട്ടെന്ന് ചൂടാകുന്നതെന്നും തണുക്കുന്നതെന്നും. മണ്ണാണോ വെള്ളമാണോ എന്ന് നോക്കാവേ. ജലം സാവധാനവും മണൽ വേഗത്തിലും ചൂടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം ജലമാണ് സാവധാനം, മണൽ വേഗത്തിലും ചൂടാകുന്നു. ചൂടായ മണൽ വേഗം തണുക്കുകയും ചൂടായ ജലം സാവധാനത്തിൽ മാത്രമേ തണുക്കത്തുള്ളൂ. അതാണ് ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ജലം സാവധാനവും മണൽ വേഗത്തിലും ചൂടാകും. ജലം സാവധാനം ചൂടാവുകയും സാവധാനം മാത്രമേ തണുക്കത്തുള്ളൂ. മണലാണെങ്കിൽ വേഗത്തിൽ ചൂടാവുകയും വേഗം തണുക്കുകയും ചെയ്യുന്നു. ഇത് വെച്ചിട്ടാണ് കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്നത്. അപ്പം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ കരയാണോ കടലാണോ വേഗം ചൂടാവുക? രാത്രിയിൽ ഏതായിരിക്കും വേഗത്തിൽ തണുക്കുക? അപ്പം നോക്കാം. കടൽക്കാറ്റ് ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ്. കരയോട് തൊട്ടു മുകളിലുള്ള വായു ചൂടുപിടിക്കുന്നു. ഈ വായു വികസിച്ച് മുകളിലേക്ക് പോകുന്നു. കരയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കടലിന് മുകളിലുള്ള വായു തണുത്തതാണ്. കരയിലെ ചൂടുപിടിച്ച വായു
മുകളിലേക്ക് പോകുമ്പോൾ കടലിന് മുകളിലെ തണുത്ത വായു ഈ സ്ഥലത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ കടൽക്കാറ്റ് പകൽ സമയങ്ങളിലാണ് ഉള്ളത് കേട്ടോ. ഇനി കരക്കാറ്റ് കടലിലേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു. അതിനാൽ കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലായിരിക്കും. കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു. അതിനാൽ കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലാണ്. അതിനാൽ കടലിന് മുകളിലെ വായുവാകും കൂടുതൽ വികസിക്കുക. അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നു. ഇത് കരക്കാറ്റിന് കാരണമാകും. കടലിൻ്റെയും കരയുടെയും താപനിലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ് കടൽക്കാറ്റും കരക്കാറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ രാത്രി വീശുന്നതാണ് കരക്കാറ്റ്, പകൽ വീശുന്നത് കടൽക്കാറ്റ്. പകൽ വീശുന്നത് കടൽക്കാറ്റ്. ഇത്രയായിരുന്നു ഈ ചാപ്റ്റർ. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കടൽക്കാറ്റും കരക്കാറ്റും. അപ്പോൾ കടൽക്കാറ്റ് പകൽ സമയത്തും രാത്രി സമയത്താണ്. കടൽക്കാറ്റ് പകൽ സമയത്തും കരക്കാറ്റ് രാത്രി സമയത്തുമാണെന്ന് പറയും. അപ്പോൾ കരയാണെങ്കിൽ വേഗം ചൂടാവുകയും വേഗം തണുക്കുകയും ചെയ്യുന്ന, വെള്ളമാണെങ്കിൽ ജലമാണെങ്കിൽ പതുക്കെ ചൂടാവത്തുള്ളൂ, പതുക്കെ സാവധാനം മാത്രമേ അത് തണുക്കുകയും ചെയ്യത്തുള്ളൂ. പിന്നെ എന്തൊക്കെ പഠിച്ചു? ചാലനം പഠിച്ചു, സംവഹനം പഠിച്ചു, വികിരണം പഠിച്ചു. ഇനി താപീയ വികസനം ഖരവസ്തുക്കളിലും ദ്രാവക വസ്തുക്കളിലും വാതക വസ്തുക്കളിലും ചൂടാക്കുമ്പോൾ എന്താ മൂന്ന് വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. ഇത്രയായിരുന്നേ ചാപ്റ്റർ. താങ്ക് യു.